കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പുത്തൻ പ്രതീക്ഷകളുമായി നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2026 രണ്ടാമത്തെ ഞായറാഴ്ച ധ്യാന വിഷയമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സഫലമാകേണ്ട ക്രിസ്തീയ ജീവിതം എന്നതാണ്. ജീവിതം സഫലമാകണം, വിജയപ്രദമാകണം, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണിത്. അതിനുവേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നു. ചില ആളുകൾ കുറുക്കുവഴികൾ സ്വീകരിക്കുന്നു. എന്നാൽ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകുന്നത്? ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം സഫലമാകുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. ഒരു വൃക്ഷം ഫലം പുറപ്പെടുവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു വൃക്ഷവും അതിൻ്റെ ഫലം സ്വയം ആസ്വദിക്കാറില്ല. മറ്റുള്ളവരുടെ വിശപ്പടക്കുവാൻ, മറ്റുള്ളവരുടെ ദാഹം തീർക്കുവാനൊക്കെയാണ് ഈ ഫലങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമായി തീരുന്നത്. ഫലം കായ്ക്കേണ്ടതിൻ്റെ ആവശ്യകത കർത്താവ് പല പ്രാവശ്യം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിലൂടെ, മുന്തിരിത്തോട്ടത്തിൻ്റെ ചരിത്രത്തിലൂടെ ഫലം കായ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഫലം കായ്ക്കാതിരുന്നാലുണ്ടാകുന്നതായ അപകടവും ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നല്ല ഫലം ദൈവിക പ്രതീക്ഷയാണ്. ദൈവജനം നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്യുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഇസ്രയേൽ ജനതയെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ഫലവത്തായ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ മുന്തിരിത്തോട്ടം. അവൻ അതിന് വേലി കെട്ടി കല്ല് പിറക്കിക്കളഞ്ഞു, നല്ല മുന്തിരി അവിടെ നട്ടു. എത്ര ശ്രദ്ധ, എത്ര കരുതൽ! ഇത്രയും ശ്രദ്ധയും കരുതലും നൽകുമ്പോൾ അതിൽ നിന്ന് നല്ല ഫലം പ്രതീക്ഷിക്കുവാൻ അവന് അവകാശമുണ്ട്. ആ പ്രതീക്ഷ അവൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാം. നടുവിൽ ഒരു ഗോപുരം പണിതു, ചക്കും ഇട്ടു. ഈ ഗോപുരം നിതാന്ത ജാഗ്രതയുടെ പ്രതീകമാണ്. മുന്തിരി നട്ടിട്ട് ദൂരെ പോകുകയല്ല, അതിൻ്റെ നടുവിൽ പാർത്ത് അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി സമയാസമയങ്ങളിൽ വെള്ളവും വളവും നൽകുന്ന, മുള്ളും പറക്കാരെയും കയറാതെ കണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉടമസ്ഥൻ. അവന് ന്യായമായും ഫലം പ്രതീക്ഷിക്കുവാൻ അവകാശമുണ്ട്. ചക്കിട്ടത് മുന്തിരി കായ്ക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ്. അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷം. ഇത് സാധാരണമല്ല. സാധാരണഗതിയിൽ അത്തിവൃക്ഷം ഫലപുഷ്ടമായ മണ്ണിലൊന്നുമല്ല നടുന്നത്. പാറയുള്ളിടത്ത്, റോഡിൻ്റെ സൈഡിൽ ഒക്കെയാണ് നടുന്നത്. എന്നാൽ ഇവിടെ മുന്തിരി നട്ടിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ ഫലപുഷ്ടമായ നീരോട്ടമുള്ള മണ്ണിലാണ്. അർഹിക്കാത്തതായ പദവിയാണ് ഈ അത്തിക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ അർഹിക്കാത്തതായുള്ള സ്ഥാനവും കരുതലും സ്നേഹവുമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും നല്ല ഫലം നാം പുറപ്പെടുവിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ന്യായവുമാണ്. കാരണം നാം ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുമ്പോൾ, അതിനെ പരിരക്ഷിക്കുമ്പോൾ അതിൽ നിന്നും ഫലമുണ്ടാവണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നത്. അങ്ങനെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കിട്ടാതെ വരുമ്പോൾ നാം പലപ്പോഴും നിരാശരാകുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കാതെ വെറുതെ തഴച്ചു വളരുന്ന ചില മരങ്ങളുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വെള്ളവും വളവും വലിച്ചെടുക്കുന്നുണ്ട്, ഭൂമിയെ നിഷ്ഫലമാക്കുന്നുണ്ട്. പ്രയോജനമില്ലാത്തതായ ജീവിതം. ചിലപ്പോൾ ഞാനും നിങ്ങളും പറയാറുണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ എന്ന്. എന്നാൽ കാതലായ ചോദ്യം അതല്ല. നിന്നെക്കൊണ്ട് എന്ത് ഗുണമുണ്ടായി?
നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് എന്ത് നന്മയുണ്ടായി, അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത്തിവൃക്ഷത്തിൻ്റെ ഉപമയിൽ 3 വർഷം തലഞ്ഞിട്ടും ഫലമൊന്നും കണ്ടില്ല. എന്നിട്ടും ഉടമസ്ഥൻ ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല. 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രതീക്ഷ നാം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങളെ നാം കെടുത്തിക്കളയരുത്. ദൈവത്തിന് ഇപ്പോഴും നമ്മെക്കൊണ്ട് പ്രതീക്ഷയുണ്ട്. നല്ല ഫലം കായ്ക്കും എന്നുള്ളതായ വലിയ പ്രതീക്ഷ. ആ പ്രതീക്ഷ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കട്ടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ലക്ഷ്യം. ഫലശൂന്യത ദൈവത്തിൻ്റെ നൊമ്പരമാണ്. ഫലശൂന്യത ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുകയാണ്. നല്ല മുന്തിരിങ്ങ കാത്തിരുന്നു, പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയാണ്. നല്ല മുന്തിരി മനോഹരമാണ്, അത് മാധുര്യമുള്ളതാണ്, മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നതാണ്. എന്നാൽ കാട്ടുമുന്തിരിങ്ങയോ അത് കയ്പാണ്, ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ്, ദോഷം വിതയ്ക്കുന്നതാണ്. ഇത് കർത്താവിന് എന്തും മാത്രം വേദനയുണ്ടാക്കിയെന്ന് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനിയും അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൽ തട്ടിയുള്ള ചോദ്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ കരുതൽ, പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം വളരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ഇത് നാം ഗൗരവമായി ചിന്തിക്കേണ്ടുന്നതായ വിഷയമാണ്. നാം ഫലം കായ്ക്കാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രതീക്ഷ അനുസരിച്ച് നാം വളരാതിരിക്കുമ്പോൾ, കർത്താവിൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന നൊമ്പരം, വേദന, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര സങ്കടകരമാണ്. അതുപോലെ തന്നെ ഫലശൂന്യത നാശത്തിലേക്ക് നയിക്കും എന്ന സത്യം നാം തിരിച്ചറിയണം. കാട്ടുമുന്തിരിങ്ങ കായ്ച്ച ആ തോട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നാം വായിക്കുന്നത്, യജമാനൻ പറയുന്നു, ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, മതിൽ ഇടിച്ചു കളയും. ഇനിയും ഇത്തരത്തിലുള്ള സംരക്ഷണം അതിനാവശ്യമില്ല. അത് പന്നി കയറി തിന്നുകളയട്ടെ, പശു കയറി ചവിട്ടിക്കളയട്ടെ, ഇതിനെ സംരക്ഷിച്ചിട്ട് കാര്യമില്ല. ഫലം കായ്ക്കാത്തതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ട് കാര്യമില്ല. 3 വർഷം ഫലം കായ്ക്കാതിരിക്കുന്ന അത്തിവൃക്ഷത്തിന് കാലാവധി നീട്ടിക്കൊടുക്കുമ്പോഴും പറയുന്നത്, 1 വർഷം കൂടെ നിൽക്കട്ടെ, കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നത്രേ പറയുന്നത്. ഫലം പുറപ്പെടുവിക്കാത്തതിന് നിലനിൽക്കുവാൻ അവകാശമില്ല. യോഹന്നാൻ സ്നാപകൻ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തതൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നു. ഈ ആഴ്ചത്തെ ഏവൻഗേലിയോനായി നിശ്ചയിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. അവിടെ യേശു കർത്താവ് പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, അത് പുറത്ത് കളഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോകുന്നു. ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അത് നീക്കിക്കളയും, ബന്ധത്തിൽ നിന്ന് പുറത്താക്കും, അത് ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകും. ഈ ഭാഗം നാം വായിക്കുമ്പോൾ നശിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല, പിന്നെയോ ഫലം കായ്ക്കാത്ത അവസ്ഥയെക്കുറിച്ച് വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ ആ ഹൃദയം തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ദൈവം നമുക്ക് നീട്ടിത്തന്ന അവസരമാണ് ഈ പുതിയ വർഷം. ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നാം തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് ദൈവം വേലികെട്ടി സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ്, മതിൽ കെട്ടി നമ്മെ നിലനിർത്തിയിരിക്കുകയാണ്.
നമുക്ക് വെള്ളവും വളവും തരുകയാണ്. ഇങ്ങനെ നമ്മെ പരിപാലിച്ചപ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി, വേദനിപ്പിക്കുന്നവരായി നാം തീരരുത്. ഫലം തിരഞ്ഞു ഒന്നും കണ്ടില്ല എന്ന ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെയാണ് ഫലകരമായ ജീവിതം സാധ്യമാകുന്നത്. ക്രിസ്തുവിൽ വസിച്ച് ജീവിതം സഫലമാകുമ്പോഴാണ് നാം വിജയികളായി തീരുന്നത്. കർത്താവ് പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായി കഴിയുകയില്ല. കർത്താവിൽ വസിക്കുക. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനോടൊപ്പം ചരിക്കുക, കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുക. അതാണ് കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരണം. കർത്താവിൻ്റെ സ്വഭാവം എന്താണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഇതായിരുന്നു കർത്താവിൻ്റെ സ്വഭാവം. ക്രിസ്തുവിൽ വസിക്കാതെ ഫലം പുറപ്പെടുവിക്കുവാനായി നമുക്ക് കഴിയുകയില്ല. നല്ല ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ധർമ്മം. നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നന്മയുടെ മൂർത്തിഭാവമായ ദൈവവുമായ നിരന്തര ബന്ധത്തിൽ ജീവിക്കണം. കർത്താവുമായ ബന്ധത്തിൽ നിന്നും മാറിക്കഴിയുമ്പോൾ നമ്മുടെ വീക്ഷണം മാറും, നമ്മുടെ പ്രവർത്തന ശൈലി മാറും. സ്നേഹത്തിൻ്റെ ഉറവയായ ദൈവവുമായി ബന്ധപ്പെടുക. കർത്താവിൻ്റെ ആ സ്നേഹം നമ്മിൽ വസിക്കുമ്പോൾ ആ സ്നേഹം നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകും. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്, സ്നേഹിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരാണോ നാം? ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചവരാണ് നാം. നാം അവനോടുകൂടെ വസിക്കുമ്പോൾ അവൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറണം. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ വസിക്കണം. കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം, കർത്താവിൻ്റെ പ്രവർത്തന ശൈലി, കർത്താവിൻ്റെ വീക്ഷണം നമുക്കുണ്ടാവണം. പലപ്പോഴും എനിക്ക് എൻ്റേത് എന്നുള്ള ചിന്ത മാത്രമായി നാം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാനായി നമുക്ക് കഴിയാതെ പോവുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദിനം തോറും നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് ജീവിതം ധന്യമായി തീരുന്നത്. രണ്ടാം പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഈ നല്ല ഫലങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങളെ പുറപ്പെടുവിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മിൽ സ്നേഹം വസിക്കുന്നു എങ്കിൽ, സ്നേഹവാനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നു എങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. സ്നേഹമുണ്ടെങ്കിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ പുതുവർഷത്തിൽ ജീവിക്കുവാനായി കഴിയും. ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നല്ല ഫലങ്ങൾ. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. അത് കർത്താവുമായുള്ള ബന്ധത്തിൽ നാം കൂടുതൽ വളരുന്നതനുസരിച്ച് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ദിനംതോറും ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി ഈ ദേശത്ത് ജീവിക്കുക. ഈ പുതിയ വർഷത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ദൈവം നൽകിയ കരുതലിനെക്കുറിച്ച്, ശ്രദ്ധയെക്കുറിച്ച് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. നാം ഫലം കായ്ച്ചില്ലെങ്കിൽ എൻ്റെ കർത്താവിനെ അത് എത്രമാത്രം നൊമ്പരപ്പെടുത്തും. എൻ്റെ കർത്താവിന് എന്തുമാത്രം വേദനയുണ്ടാവും. അത് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഈ പുതിയ വർഷം കർത്താവ് നീട്ടിത്തന്ന വർഷമാണ്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫലം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. കർത്താവിനെ ദുഃഖിപ്പിക്കുന്നവരായി തീരരുത്, കർത്താവിനെ വേദനിപ്പിക്കുന്നവരായി തീരരുത്. നമ്മുടെ ജീവിതം സമൂഹത്തിന് പ്രയോജനമായി തീരണം, സമൂഹത്തിന് അനുഗ്രഹമായി തീരണം, ദൈവരാജ്യ കട്ടുപിടിക്കാൻ സഹായകമായി തീരണം. നമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ അത്തരത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിൽ വസിച്ച്
ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാം. ഞാനും നിങ്ങളും ഫലം കായ്ക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നാം ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അത് കർത്താവിൻ്റെ ഹൃദയത്തിനുണ്ടാക്കുന്ന നൊമ്പരമാണ്. എങ്ങനെ ഫലം കായ്ക്കാൻ കഴിയും? കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നതിലൂടെ, കർത്താവിനോടൊപ്പം വസിക്കുന്നതിലൂടെ നമുക്ക് നല്ല ഫലം കായ്ക്കാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട്, സ്നേഹത്തിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ലോകത്തെ കരുതുവാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ, അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. സഫലമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും ദൈവം നമ്മെ അതിന് ശക്തീകരിക്കും. പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ഫലകരമായ ജീവിതത്തിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ.